വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ബന്ധുക്കളായ 5 പേർ കൊല്ലപ്പെട്ടതായി ആശുപത്രിയിൽ കഴിയുന്ന പ്രതിയുടെ മാതാവ് ഷെമിയെ അറിയിച്ചു. എന്നാൽ മൂത്ത മകൻ അഫാനാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് തുടങ്ങിയ വിവരങ്ങൾ അറിയിച്ചിട്ടില്ല. ഇളയ മകൻ അഫ്സാനടക്കം വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ അറിയിച്ചത്. സംഭവം കേട്ടയുടൻ അഫാനെ കാണണമെന്നായിരുന്നു ഷെമി പ്രതികരിച്ചത്. കേസിലെ പ്രതിയായ മകൻ അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാതാവ് ഷെമി പരിശോധിക്കുന്ന ഡോക്ടറും ബന്ധുക്കളും ചേർന്നാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ഷെമിയെ ഇക്കാര്യം അറിയിച്ചത്. ഇളയ മകൻ അഫ്സാന്റെ പെൺസുഹൃത്ത് ഫർസാന, ഭർത്താവ് റഹീമിന്റെ മാതാവ് സൽമ ബീവി, റഹീമിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ ബീവി എന്നിവരാണ് മരിച്ചതായി അറിയിച്ചത്. വിവരം അറിഞ്ഞ ഉടൻ മൂത്ത മകൻ അഫാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നും കാണണമെന്നും ഷെമി പറഞ്ഞു. ഷെമിയുടെ അസുഖം ഭേദമായി ഇറങ്ങിയാൽ ഉടൻ കാണിക്കാമെന്ന് പറഞ്ഞതായും ബന്ധുക്കൾ പറഞ്ഞു. 3 ദിവസത്തിനകം ആശുപത്രി വിട്ടേക്കാമെന്ന് ബന്ധുക്കൾ നൽകുന്ന സൂചന. ആശുപത്രി വിട്ട ശേഷം കൂട്ടക്കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം വെഞ്ഞാറമൂട് CI അനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഷെമിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി കിളിമാനൂർ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരുന്നു. കിളിമാനൂർ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ തിങ്കളാഴ്ച വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി കിളിമാനൂർ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരുന്നു. അഫാൻ കൊലപ്പെടുത്തിയ പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, ഭാര്യ സാജിദ ബീവി എന്നിവരുടെ കൊലപാതകം അന്വേഷിക്കുന്ന കിളിമാനൂർ SHO BJന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡിയിൽ വാങ്ങി ഉച്ചയ്ക്ക് 2:30 കിളിമാനൂർ സ്റ്റേഷനിലെത്തിച്ചത്. ചോദ്യം ചെയ്യലിനു ശേഷം ചൊവ്വാഴ്ച തെളിവെടുപ്പിനായി എത്തിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.